എവിടെയെന്ന് പറഞ്ഞിടൂ അവനെവിടെയെന്ന് മൊഴിഞ്ഞിടൂ. എവിടെയെന്ന് പറഞ്ഞിടൂ അവനെവിടെയെന്ന് മൊഴിഞ്ഞിടൂ. എവിടെയെന്ന് പറഞ്ഞിടൂ അവനെവിടെയെന്ന് മൊഴിഞ്ഞിടൂ. എവിടെയെന്ന് പറഞ്ഞിടൂ അവനെവിടെയെന്ന് മൊഴിഞ്ഞിടൂ. ജെഎൻയുവിനിടനഴികളിലെ പ്രേതരോദനമുയരുന്നു. ജെഎൻയുവിൻ ഇടനഴികളിലെ പ്രേതരോദനമുയരുന്നു. എവിടെയാണു നജീബിനെ പൂട്ടിട്ടത്? എവിടെയാണു നജീബിനെ പൂട്ടിട്ടത്? മാസം 2 കഴിഞ്ഞിതായി തെരുവിലാകെ തിരഞ്ഞിതാ. മാസം 2 കഴിഞ്ഞിതായി തെരുവിലാകെ തിരഞ്ഞിതാ. തല്ലിയെന്നവരോട്ടിയ ഹോസ്റ്റലിനു വെളിയിലെന്താക്കിയോ? തല്ലിയെന്നവരോട്ടിയ ഹോസ്റ്റലിനു വെളിയിലെന്താക്കിയോ? ചോദ്യം പിന്നെയും ബാക്കിയാണി തിരോധനം ദുരൂഹമാ. ചോദ്യം പിന്നെയും ബാക്കിയാണി തിരോധനം ദുരൂഹമാ. എവിടെയെന്ന് പറഞ്ഞിടൂ അവനെവിടെയെന്ന് മൊഴിഞ്ഞിടോ. എവിടെയെന്ന് പറഞ്ഞിടും അവനെവിടെയെന്ന്. മണ്ണിനെ മനുഷ്യനെ സ്നേഹമുറ്റിയ ഭൂവിനെ. മണ്ണിനെ മനുഷ്യനെ സ്നേഹമുറ്റിയ ഭൂവിനെ പകുത്തെടുത്തു മുറിച്ചു ചീന്തി തെരുവിലാട്ടും ഫാസിസം. പകുത്തെടുത്തു മുറിച്ചു ചീന്തി തെരുവിലാട്ടും ഫാസിസം. അടിച്ചൊതുക്കി ചോര ചീറ്റി കൊണ്ടുപോയ നജീബിനായി. അടിച്ചൊതുക്കി ചോര ചീറ്റി കൊണ്ടുപോയ നജീബിനായി. കണ്ണുകെട്ടിയ കാലമോടുറക്കെ നമ്മൾ പാടിടാം. കണ്ണുകെട്ടിയ കാലമോടുറക്കെ നമ്മൾ പാടിടാം. എവിടെയാണ് നജീബെന്ന്? എവിടെയാണ് നജീബെന്ന്? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ നജീബ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ട് 1 മാസം പിന്നിട്ടു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ സഹപാഠികളും മാതാവും സഹോദരിയും 1 മാസക്കാലമായി ക്യാമ്പസിന്റെ മുറ്റത്തും ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലും നജീബ് എവിടെയെന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഭരണകൂടത്തെയും നിയമപാലകരെയും നിരന്തരമായി പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷനായിട്ട് അദ്ദേഹം എവിടെയെന്ന് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കണ്ടെത്താൻ പോലീസിനോ ഇവിടത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഭരണകൂടത്തിനോ സാധിച്ചിട്ടില്ല എന്നത് ഏറെ ഗൌരവതരമായ ഒരു വിഷയമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഉന്നയിക്കാനുള്ളത്. എന്തിനാണ് നമ്മൾ നിശബ്ദരായിരിക്കുന്നത്? ആരെയാണ് നമ്മൾ ഭയപ്പെടുന്നത്? നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്തിന്റെ അധികാര കസേരയിൽ ഇരിക്കുന്നു എന്ന് കരുതി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കും ദളിത് സമുദായത്തിൽപ്പെട്ടവർക്കും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സംജാതമാകുന്നുവെങ്കിൽ എന്തിനാണ് ആ അടിമത്തത്തെ പേറിക്കൊണ്ട് ഇവിടെ ജീവിക്കേണ്ടി വരുന്നത് എന്ന് പഴയ കാലഘട്ടത്തിലെ രക്തസാക്ഷികളുടെ നാമങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ട് ഉന്നയിക്കാൻ SSF ആഗ്രഹിക്കുകയാണ്. ഇത് ചെറിയൊരു തുടക്കമായിരിക്കാം. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ക്യാമ്പസുകളും വിവിധ നഗരങ്ങളും ഗ്രാമങ്ങളും കേന്ദ്രീകരിച്ച്